കുറച്ചുകാലമായി ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന മോദി തന്റെ പാർട്ടിക്ക് അകത്തുള്ള വിഷയത്തിലോ പുറത്തുള്ള വിഷയത്തിലോ ഇടപെടാതെ ഒരു നിഴൽ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. തുമ്മിയാൽ തെറിക്കുന്ന പ്രധാനമന്ത്രി കസേരയിൽ മുള്ളാണി തറച്ചതുപോലെ ഉപരാഷ്ട്രപതിയുടെ രാജി മോദിയുടെ തലയ്ക്ക് മുകളിൽ വന്ന് വീണിരിക്കുകയാണ്. എപ്പോഴും ക്രൂക്കഡ് രാഷ്ട്രീയം കളിക്കുന്ന BJP മുന്നും പിന്നും നോക്കാതെയായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ കൊണ്ട് രാജിവെപ്പിച്ചത്. വെറും 5 മണിക്കൂറിനുള്ളിൽ എടുത്ത തീരുമാനം പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചു. സഭയിലെ കേന്ദ്രമന്ത്രിമാരുടെ കടന്നാക്രമണവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അടച്ചിട്ട മുറിയിലെ യോഗവും രാത്രി വൈകിയുള്ള കേന്ദ്രമന്ത്രിയുടെ ഫോൺ കോളും എല്ലാം ചെന്ന് നിൽക്കുന്നത് BJPയുടെ കള്ളക്കളിയിലേക്കാണ്. ഇപ്പോൾ ഇതാ മോദിയും അതിലുണ്ടായിരുന്നുവെന്ന കാര്യമാണ് പുറത്തു വരുന്നത്. മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരുടെയും സമ്മർദ്ദമാണെന്ന് തെളിയുകയാണ്. ദൈവം അനുവദിച്ചാൽ 2027 ഓഗസ്റ്റിൽ കാലാവധി പൂർത്തിയാക്കി താൻ ഈ സ്ഥാനത്ത് നിന്നും വിരമിക്കും. 12 ദിവസം മുൻപ് JNUവിൽ നടന്ന ഒരു പരിപാടിയിൽ ജഗദീപ് ധൻഖർ പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞത്. രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ധൻഖറിന്റെ അവസാന സെക്ഷൻ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു അപ്രതീക്ഷിതമായ രാജിപ്രഖ്യാപനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67 പ്രകാരം ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിറങ്ങാൻ കാരണക്കാരൻ മോദി ആയിരുന്നുവെന്ന് തെളിയുകയാണ്. 9 മണിക്കൂറിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ ധൻഖറിനെ ഇംപീച്ച് ചെയ്യുമെന്ന ഭീഷണിയാണ് രാജിയിലേക്ക് നയിച്ചത് എന്നാണ് കണ്ടെത്തൽ. ഇതേപോലെയായിരുന്നു മുൻപ് ഇലക്ഷൻ കമ്മീഷണറും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാജിവെച്ചത്. രാജ്നാഥ് സിംഗിനെ ഉപരാഷ്ട്രപതിയാക്കുവാനാണ് അടുത്ത പദ്ധതി എന്നാണ് വിവരം. എന്നാൽ ധൻഖറിന്റെ രാജിക്ക് പിന്നിലെ കാരണം ചോദിച്ച പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യസഭ നിയന്ത്രിച്ചതും പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും ധൻഖർ തന്നെയായിരുന്നു. വൈകുന്നേരം 5 മണിവരെ താൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും രാജിക്കുള്ള കാരണം എന്താണെന്ന് അറിയില്ല എന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പറഞ്ഞിരുന്നു. ധൻഖറിന് യാത്രയപ്പ് ചടങ്ങ് കൊടുക്കാത്തതും പ്രതിപക്ഷം ആയുധമാക്കി മാറ്റുകയാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായി ഉണ്ടായുള്ള തർക്കമാണ് രാജിയിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമാണ് നോട്ടീസ് ലഭിച്ചതെന്നും 63 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോകസഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2 സഭാധ്യക്ഷന്മാരും ചേർന്നാണ് തുടർ നടപടി സ്വീകരിക്കുക എന്നും ജഗദീപ് ധൻഖർ സഭയിൽ പറഞ്ഞിരുന്നു. രാത്രി 9 മണിയോടെ രാജ്യപ്രഖ്യാപനം പുറത്തു വന്നു. കൂടാതെ ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണം രാജ്യസഭാ കക്ഷി നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയും കിരൺ റിജിജുവും ആയിരുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിച്ച ബിസിനസ് അഫയേഴ്സ് കമ്മിറ്റി യോഗത്തിൽ ഇരുവരും പങ്കെടുക്കില്ല എന്നത് മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു ധൻഖറിന്റെ രാജിക്ക് കാരണമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോ മോദി ഇതിലൊന്നും പ്രതികരിക്കുന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ പിന്നിലിരുന്ന് ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. എന്തായാലും ഈ വിഷയം പ്രതിപക്ഷം വെറുതെ വിടാൻ തയ്യാറായിട്ടില്ല. ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ പറ്റി മനസ്സിലാക്കാനായി പല പ്രതിപക്ഷ നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഔദ്യോഗിക വസതി ഉടൻ ഒഴിയും എന്നും അറിയാൻ കഴിയുന്നുണ്ട്.